ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ നമ്മൾ അടുക്കളൻ്റെ അവസ്ഥയാണ് കേട്ടത്. രണ്ട് കണ്ണ് പോലെയാണ് നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കാരണം പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി പേരും കാറ്റും മഴയെന്നിട്ട് ഒന്നും ഉറങ്ങാൻ അയച്ചിട്ടില്ല. ഭയങ്കര കാറ്റിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് ഈ ഒരു കാറ്റടിക്കുന്നത്. അപ്പോൾ ഈ ഓടുകളൊക്കെ പറന്നു പോകുമെന്നില്ല, അട്ടത്തിലൊക്കെ ഒരു കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ നീച്ചിരുന്നു, 2-2:30 നേരത്ത് നീച്ച് കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറ്റടിച്ചിട്ടേ അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ കറണ്ടും ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇതാക്കണ രാവിലത്തെ കാര്യപരിപാടികൾ നടത്താതെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാനൊരു അടുപ്പിൽ ഇതാക്കണ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുപ്പിൽ ഇതാക്കണ നമുക്ക് നടുവിൽ ചായ വെച്ചേക്കണം കേട്ടോ. അല്ല അപ്പം നമ്മളെ കറണ്ട് അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഗ്യാസ് മൊത്തത്തിലേ നമുക്കില്ല. പിന്നെ ഇതാക്കണ പുട്ടാണ് ഉള്ളത്. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, വേഗം ഉണ്ട്. അതിക്ക് എന്തെങ്കിലും പഴമോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി തിന്നാൽ അതൊരു സമാധാനമുണ്ട്. അങ്ങനെ നമുക്ക് പുട്ടും ചായ അടുപ്പത്തുണ്ട്, ഇതാ ചോറ് അടുപ്പത്തുണ്ട്. ഇനി ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും വേണം. അപ്പോൾ കറണ്ട് ഇതാക്കണം, ഇട്ടും ഓഫാക്കി നിന്നോട് നിൽക്കുന്നുണ്ട്. പക്ഷെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മരമൊക്കെ പൊളിഞ്ഞാടുന്നത് ഇപ്പോൾ സ്വാഭാവികമാണല്ലോ. ഈ ഒരു മഴ പെയ്യുമ്പോൾ ഇതാക്കണം ഇങ്ങനെയാണ്. പൊളിഞ്ഞാടൽ കുറച്ച് കൂടുതലാവൂലേ. അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ ഇതാ ഏറ്റവും കൂടുതൽ പണിയുള്ളത് നമ്മളെ ഈ ഒരു കറണ്ട് പണിക്കാർക്കാവൂലേ. ഈ പോസ്റ്റ് ഒടിയുക, മരം വെക്കുക, ശിഖരങ്ങൾ വെക്കുക, കൊമ്പുകൾ വെട്ടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഓൽക്കാവും കുറേ പണി ഉണ്ടാകുക. അപ്പോൾ കോഴിക്കളൊക്കെ വിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ കണ്ടില്ല, ഇന്നലെ രാത്രി ചാടിയതാട്ടോ നമ്മളെ ഷീറ്റ് മുറ്റത്ത് കെട്ടിയിരുന്ന ആ ഒരു നീല ഷീറ്റ് ഇട്ടല്ലോ, അതൊക്കെ ആകെപ്പാടെ അങ്ങോട്ട് പൊട്ടിയിരിക്കണ്. അതിപ്പോൾ നല്ല കാറ്റടി പറഞ്ഞാൽ നല്ല ഒരു ഒച്ചയും വിളിയിട്ടൊരു കാറ്റടി എത്തുക. ഭയങ്കര ഒരു പൂരത്തുകളൊക്കെ ചെന്ന പോലെയായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നീച്ച് കുത്തിട്ടോ. പേടിയല്ല, ഈ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ടോ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിക്കഴിഞ്ഞേരം പിന്നെ ഞാനൊന്ന് കുളിച്ചു വന്നു. പുഴയിലാണ് പോയിട്ട് കുളിച്ചു വന്നിട്ടോ. പുഴയിലാണ് ഈ ഭയങ്കര തണുപ്പുണ്ടായിരുന്നിട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. കളറിന് വലിയ കലക്കം വെള്ളമൊന്നുമല്ല, പക്ഷെ നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ജലദോഷം പിടിക്കാൻ ബെസ്റ്റ് വെള്ളമായിരുന്നു അത്. അപ്പോൾ ഞാൻ വന്ന് പോലെ എല്ലാവരെയൊക്കെ പറഞ്ഞയച്ചത്. പിന്നെ ഇങ്ങനെ ഒരു ഇരുത്താണ് കേട്ടോ. ഈ ഇരുത്തത്തിൽ ഇതാക്കണ വേറെ ഒരു കുട്ടൻസും കൂടി ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എന്ത് എടുക്കണം എന്ന് ആലോചിച്ചാണ് ഈ കുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അമ്മക്ക് ഇതാക്കണം, നമ്മളെ വീട്ടമ്മമാർക്ക് ഇനിയിപ്പോൾ എന്തെന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയും വരലില്ലല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് കൈ നിറയെ പണി ഉണ്ടാവും, കുറേ പണി ഉണ്ടാവും. ഇനിയിപ്പോൾ എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ച് കുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഇതാക്കണം, ഈ ഒരു ഒന്ന് തട്ടി അടിക്കണം എന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഞാൻ തട്ടി അടിച്ചിട്ട്. അപ്പോൾ ഒന്ന് തട്ടി അടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ ചൂലൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ തുണി പണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഉണങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റത്തിട്ടാൽ മതി. പക്ഷെ ഇത്തിരി നേരം കഴിയുമ്പോഴത്തിന് മഴ പെയ്യാണ്. പിന്നെ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടേണ്ടി വരും വിചാരിച്ചിട്ട് അത് ഇട്ടതുമില്ല, മടിയാണ്. പിന്നെ ഇതാക്കണ ഇഷ്ടം പോലെ അടുക്കളയിൽ തന്നെ നമുക്ക് പണി ഉണ്ടല്ലോ. ചോറും ഇത്തിരി കറിയാക്കിക്കണ്. പിന്നെ പാത്രങ്ങൾ ഇതാക്കണം തലങ്ങും വിലങ്ങും കഴുകാനായിട്ട് ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തില്ല, നമുക്ക് വെള്ളമല്ല കേട്ടോ, ടാങ്കിൽ വെള്ളമല്ല. അതാണ് പാകം മെയിൻ വിഷയം പറയുന്നത്. പുറത്തു കൂടെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ, നമുക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ടില്ലെങ്കിലേ ആകപ്പാടങ്ങോട്ട് ബുദ്ധിമുട്ടിൻ്റെ അയ്യര് കളി കഴിക്കാറ് കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മഴവെള്ളം കൊണ്ട് പാത്രം കഴുകിയാലൊക്കെ മതി. പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറ്റൂലല്ലോ. നിപ്പ, കൊറോണ, എലിപ്പനി, അങ്ങനത്തെ എല്ലാ പനികളും ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പേടിയുണ്ട്. അപ്പോൾ അതാക്കണം ഞാൻ മാറാലൊന്നും തട്ടട്ടെ, എന്നിട്ട് ഇനിയിപ്പോൾ എന്താ തീരുമാനിക്കുക, വെള്ളം കൊണ്ടുവരാൻ പോകുകയാണെങ്കിൽ അങ്ങനെ അപ്പുറത്തുനിന്നൊക്കെ എവിടുന്നേലൊക്കെ വെള്ളം കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു നേരത്തൊന്നും കറണ്ട് വരില്ല എന്നുള്ളൊരിതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് മാറാല തട്ടാൻ നിൽക്കട്ടെ. ഈ ഒരു സമയത്ത് ഇതാക്കണ് കറണ്ട് ഇല്ലാത്ത വൻ നഷ്ടമാട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ട് കുത്തിരിക്കും. ഇന്നലെ വരെ കണ്ടു, ഇന്ന് രാവിലെ ഇല്ല ചാർജിൽ ഇതിങ്ങനെ ഫോണിലത്തെ ചാർജിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ഇപ്പം കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടും, വൈകുന്നേരം ആകുമ്പോഴത്തേന് കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ്ട് നമ്മൾ ഓരോരുത്തരും ഇതാക്കണം ഇത് തന്നെയാണല്ലോ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അല്ലാത്തൊരു ഗതികേടായിപ്പോയി. അവിടെ ഉണ്ടോ ഇല്ലേ എന്താ ഒന്നും അറിയില്ലല്ലോ. ഏതായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ കുത്തിരിക്കണത്. അപ്പം ഇല്ല ചാർജ് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമുണ്ട്. പോരാത്തതിന് യൂട്യൂബിൽ അതിൻ്റെ ലൈവും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഒന്ന് കാണണം എന്നുണ്ടെന്ന് കിട്ടണതൊക്കെ ഒരു എന്താ നമ്മളെ വീട്ടിലത്തെ ആരൊക്കെയോ പോലെ ആയിപ്പോയില്ല. അർജുന് നിങ്ങളൊന്നും അറിഞ്ഞിട്ടുള്ളത്, ഞാൻ 2 മണിക്കൊക്കെയാണ് കാറ്റ്. എനിക്കാണെങ്കിൽ ഉറക്കം പേടിയാകാം, ഉറങ്ങാൻ പേടിയാകാം.
അപ്പോൾ ഞാനത് മാറാല തട്ടണേൻ്റെ മുന്നേ കുറച്ച് വെള്ളം കൂടി കൊണ്ടുവന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ചു. മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പുറത്തേക്കില്ല വെള്ളം, ബാത്റൂമൊക്കെ കാണല്ലോ ഇപ്പം മെയിൻ വെള്ളം വേണ്ടത്. അപ്പോൾ അതാകണ്ട് അത് കുറച്ച് അവിടെ ഉണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കുറച്ച് പാത്രം കഴുകാനും കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ. ആരെങ്കിലും വണ്ടി വന്ന് കുറച്ച് വെള്ളം ചൂടുവെള്ളമൊക്കെ ചോദിച്ചാൽ നമ്മൾ പെടൂലേ. അപ്പോൾ ഇതാ അയലൊക്കത്തുനിന്ന് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്ക് മുക്കാനുള്ള സാധ്യത ഇല്ലല്ലോ, കാരണം വെച്ചാൽ നമുക്ക് കോയിൽക്കിണറാണ്, അതുകൊണ്ട് മുക്കാല്ല ഒരു വഴി നമുക്കില്ല. പിന്നെ പഞ്ചായത്ത് കിണറ്റിൽ പോയി മുക്കണം കേട്ടോ, കുറച്ച് ദൂരമല്ലേ. അപ്പോൾ ഞാനിതാക്കണം ഇപ്പുറത്ത് വന്ന് നമ്മൾ കുട്ടാപ്പീൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ പോലെ മൂത്തച്ചി ഉണ്ടായിരുന്നു, ഏടത്തി ഉണ്ടായിരുന്നു അവിടെ. ഏടത്തിയാണ് ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോൺ കുത്തിയേക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ. അപ്പോൾ ഏടത്തി അവിടെ കുത്തിരിക്കണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ, ഈ അർജുനെ പറ്റിയാണ് ആർക്ക് എന്തെപ്പോൾ കണ്ടാലും ചോദിക്കുക, അല്ലത് ഇതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുകയാണെങ്കിലും എന്താടി അത് കണ്ടോ, എന്തായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാൻ നമുക്ക് എല്ലാവർക്കും നേരം ഉള്ളൂ അല്ലേ. പക്ഷെ കിട്ടട്ടെ അല്ലേ, വേഗം ഒന്ന് കിട്ടട്ടെ. എങ്ങനെയല്ലോ ആ ഒരു പെരക്കാരൊരു സങ്കടം ഇത്തിരി അല്ലല്ലോ അല്ലേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഒരു നേരത്തൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇതാക്കണ തുണക്കാർത്തിയായിട്ട് വർത്താനൊക്കെ പറയാനായിട്ട് ഈ ഒരു വീട്ടിൽ ഇവിടുത്തെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അതാക്കണം മരിച്ചിട്ട് ഇതാക്കണം ഒരു കൊല്ലം തികയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ആകപ്പാടിലൊരു തുണക്കാരത്തിയായിരുന്നു, അത് പോയിട്ട് ഇപ്പോൾ അതാ ഒരു ഇടങ്ങാറാട്ടോ. ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഇടങ്ങാറാണ്. അവിടെ കൊലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്നൊരു ഇടയ്ക്കിടയ്ക്കൊരു ഇത് വരലുണ്ട്, ഒരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുത്തി പിടിക്കുന്ന വടീൻ്റെ ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ വരും കേട്ടോ. അപ്പം അങ്ങനെയാണല്ലേ നമ്മൾ ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ പെട്ടെന്നാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ ആവില്ല, അതൊന്ന് ഇതായി കിട്ടാൻ ഭയങ്കര കുറേ ആവും. അപ്പോൾ അതാകണം ഞാനങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഏടത്തിനോട് കുറേ വർത്താനൊക്കെ പറഞ്ഞു. ഏടത്തി ഇത് തന്നെയാണ് അവിടെ ഇരുന്നിട്ട് പിന്നെ അർജുൻ്റെ ആ ഒരു ഇത് കേൾക്കാൻ തന്നെയാണ് കേട്ടോ. ആ ഒരു യൂട്യൂബിൽ അവിടെ ഇതിലിങ്ങനെ കാണുക, അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. പാത്രം കഴുകാനാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ കുടിക്കാൻ ഇതാക്കണം കറണ്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് ഫോണിൽ ചാർജ് ഇല്ല ചാർജ് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഇത്തിരി വീഡിയോ എടുക്കണമല്ലോ. പിന്നെ ഇതാക്കണം ഞാൻ ലൈവും കാണുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. കറണ്ട് പൊളിച്ചൊന്നും ഇല്ലെങ്കിൽ അകപ്പാടെ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, അകപ്പാടെ ഗതികേടാണ് കേട്ടോ കറണ്ട് ഇല്ലെങ്കിൽ. അപ്പോൾ വെള്ളക്കുടം കൊണ്ട് ഇതാക്കണ വർത്താനം പറഞ്ഞ് നിൽക്കന്നെയാണ് ആ ഒരു ഭാഗത്ത്. ഏടത്തി പിന്നെ വിടുന്നില്ല കേട്ടോ, അതെടി ഇവിടെ എത്തിയടി, അവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടടി, പോണില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏടത്തിയും തന്നെ അവിടെ പൊടിച്ച് നിർത്തുകയാണ്. ഞാൻ ഏതായാലും ഏടത്തി പോയപ്പോൾ ഞാനും ഇങ്ങോട്ട് പോന്നിക്കണ്. അപ്പം നമ്മളെ വീട് കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ വീട് കാണാത്തവർ കമ്മിയാവൂലേ, പുതിയത് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലുള്ളൂ കാണാതൊക്കെ ഉള്ളൂ. നമ്മൾ ഫുൾ അടുക്കളയിലായതുകൊണ്ട് പുറം ഭാഗമൊന്നും അങ്ങനെ എടുക്കലില്ല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെ വീട് ഇതാക്കണ ഉഷാറാണ്, അടിപൊളി വീടാണ്. ഇതൊക്കെ നല്ല ഓടിട്ടാൽ നല്ല കുറച്ചുകൂടി വലിയൊക്കെ വീടാണ്. പക്ഷെ നല്ലൊരു കുഴപ്പമുണ്ട് കേട്ടോ. കുഴപ്പം എന്താ വെച്ചാൽ ഇവർ കുറച്ച് കൂടുതലാണ്, നമ്മൾ വാടകക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെക്കാട്ടിലും മുന്നേ ഇതാക്കണ ആധിപത്യം സ്ഥാപിച്ചവരാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷെ ഓലിപ്പോഴാണ് പുറത്തിറങ്ങണത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്കൂളൊക്കെ കണ്ട് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കായാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും തോണ്ടി അവിടെ തോണ്ടി ഇവിടെ തോണ്ടി ഇരുത്തോണ്ടാവും. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടിയാണ്ട് ചെതലൊക്കെ ഒന്ന് തട്ടട്ടേന്ന്. ചെതൽ തട്ടാനൊക്കെ പേടിയാണ് കേട്ടോ. ഇത് കണ്ടോ പട്ടികയൊന്നും ഇല്ല, ഇതിപ്പോൾ ഒരു 100 വണ്ണത്തിനായി തുടങ്ങിയാണ്. +2 ഡിഗ്രിയൊക്കെ അവിടെ പറഞ്ഞ് തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ അതിങ്ങനെ ചോരുന്നുണ്ട് കേട്ടോ, നമ്മളെ വീട് നല്ല പോലെ ചോരുന്നുണ്ട്. അപ്പോൾ അത് ചോരാൻ വേണ്ടിയിട്ട് ചോരച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം കൊലൈമലാണ് ആ ഒരു +2 ഡിഗ്രി, ഇവിടെയാണെങ്കിൽ CA CM ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഈ ഓടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കടക്കേക്കൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ വികലുണ്ടേന്ന്. അപ്പോൾ അത് വെച്ചോട് കൂടി ഇപ്പം ഇല്ല. അങ്ങനെ ചെതൽ തട്ടാനുള്ള പരിപാടിയാണ്. ചെതൽ തട്ടണ്ട എന്ന് എപ്പോഴും എന്നോട് പറയലുണ്ട്, ഇജ്ജ് വെറുതെ തട്ടാൻ നിൽക്കണ്ട, അത് ഒന്നും കൂടി ഊക്കിൽ വന്നിട്ട് അതുമ്മ കൂടുള്ളൂ എന്നിങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഒരാൾ നമ്മളെ വീട്ടിൽ കയറി വരുമ്പോൾ ചെതൽ ഒടിച്ച് മാറാല ഒടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖമല്ലല്ലോ അല്ലേ, ഒരു തിന്നാനും കുടിക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് തട്ടും കേട്ടോ. എൻ്റെ തട്ടലിൻ്റെ ഊക്കൊണ്ടാണ് തോന്നുന്നത് ഓല് നല്ല ഉഷാറായിട്ട് നല്ല പട തന്നെ ഇങ്ങോട്ട് വരലുണ്ട്. തമ്പരമ്മക്ക് കയറിയില്ല, തായരെ ഉഷാറായിട്ട് കയറിയിരിക്കുന്നു കേട്ടോ. എന്നാണാവോ ഇതൊക്കെ പട തലേക്ക് പൊളിഞ്ഞാടുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് നോക്കിയാൽ അടിപൊളി വീടാണ്, അത് തേച്ച് പെയിൻ്റ് അടിച്ച് ടൈലൊക്കെ ഇട്ട് ഉഷാറാക്കിയ വീടൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണവർക്ക് അറിയാട്ടോ ഇപ്പം പൊളിഞ്ഞാടും എന്നുള്ളത്. അപ്പോൾ പട്ടിക ഇതാക്കണം അവിടെ ഇവിടെയൊക്കെ ഇതാണ് ചാടട്ടേയും ചോദിച്ച് നിൽക്കുന്നുണ്ട്.
മാറാല തട്ടണേന്റെ ഒപ്പം തന്നെ ഇതാക്കണം നമുക്ക് പട്ടിക ഇങ്ങനെ താഴത്തേക്ക് വിഗൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ചെതൽ മാത്രമല്ല പട്ടികയും താഴത്തേക്ക് വിഗൽ തുടങ്ങിയിന്. അപ്പൊ ഈ കൊലയമ്മൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്ന് കുത്തിരിക്കും പോലെ തലേക്ക് കയറും ചിലപ്പോൾ മിക്കവാറും ചാടി പോലെ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇതാക്കണ് വല്ല കമ്പോ കോലൊക്കെ എടുത്താണ്ട് ആ ഒരു പട്ടികക്ക് പകരം വെച്ചളി, അല്ലെങ്കിൽ ശരിയാവില്ല, ഇതൊക്കെ പാടെ പൊളിഞ്ഞ് ചാടും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരോടപ്പാ പറയണത്? മൂപ്പരോടല്ല ഇപ്പൊ പറയാൻ നിൽക്കണത്. എന്നോടല്ല തട്ടാൻ പറഞ്ഞതെന്നാ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ തട്ടലും കൊട്ടലും ഇതാക്കണ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് ഇവരെ എല്ലാവരും ഞാനടിച്ച് ചാടിച്ചിട്ടിരിക്കണം. ഇനി വിലക്കെ ഞാൻ കോഴിക്കൊക്കെ തിന്നാട്ട് കൊടുക്കും കേട്ടോ. അത് ഉറപ്പില്ലൊരു കാര്യമാണ്. കുറേ ഇവലിങ്ങനെ ഞാനൊന്ന് തട്ട് പോലും പിന്നെ സർവ്വശക്തിയിലും ഒന്നും കൂടി ഒന്ന് അവിടെ കയറ്റി ഉണ്ടാക്കും. പിന്നെ ഞാൻ തട്ടും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു കൊല്ലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നല്ല പോലെ ചെതൽ വന്നാൽ ഈ വീടിന് ചെതലേ ഇല്ലേന്ന് കേട്ടോ. ഇപ്പോൾ ഉഷാറായിട്ട് ചെതലുണ്ട്. അപ്പൊ ഈ ഒരു വീടിന് ഇതാക്കണ ഉണ്ണിമോളെ അത്ര വയസ്സുണ്ട് കേട്ടോ. ഓക്ക് ഇപ്പൊ 15.5 വയസ്സായല്ലോ. അപ്പോൾ ഓളെ അത്ര വയസ്സുണ്ട്. ഓളെ ആ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കാലത്തിലാണ് കേട്ടോ ഇവിടെ നമുക്ക് വീട് കിട്ടിയത്. 75,000 ഉറുപ്പ്യ നമുക്ക് വീടിന് പാസ്സായത്. അപ്പം ബ്ലോക്കിൽ നിന്നാണ് വീടുള്ള വണ്ടൂർ ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് വീടുള്ളതെന്ന്. അപ്പം അങ്ങനെ 75,000 ഒക്കെ അതിലേറെ അയക്കണം കേട്ടോ. പക്ഷെ നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ ആകുമ്പോൾ അത്ര തന്നെ പൈസ അല്ലേ തരുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു പൈസയിൽ കയറ്റിയ വീടാണ് കേട്ടോ. അപ്പം നമ്മൾ പഞ്ചായത്ത് പോയിട്ട് രണ്ടാമത് വീടിന് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ 8 കൊല്ലം കഴിയട്ടെ 10 കൊല്ലം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതായാലും നമ്മളെ വീട് ഏതായാലും 10 കൊല്ലം കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് പോലും വീട് തരുന്നില്ല. അപ്പം തീരെ ഇത്രയും ഇല്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും ഇല്ലാത്തവരെമ്പാടും ഉണ്ട്. അതാണ് പിന്നെ നമുക്കൊന്ന് ബാക്കൊക്കെ നിൽക്കണേ. നമുക്ക് പിന്നെയും കുറച്ചും കൂടി ഒന്ന് കേടരട്ടെ എന്നിട്ട് എഴുതി കൊടുക്കാന്നുള്ളത്. ഇപ്പൊ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇവിടുത്തെ 1-2 വീടൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓട് വീടായിട്ട് നിൽക്കണത്. ബാക്കിയൊക്കെ അതാണ് വാർപ്പിന്റെ വീടാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു പൂതി ഇല്ലായ്മയല്ല കേട്ടോ. വാർപ്പിന്റെ വീട്ടിൽ കടത്താൻകാരൊരു പൂതിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴല്ല കേട്ടോ. അവിടെ തീരെ ഇല്ലാത്തവർക്കൊക്കെ ഒരു കൊടുക്കട്ടെ. തീരെ ഓലപ്പഴയും ചെറിയ കുഞ്ഞു വീടൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എഴുതി കൊടുക്കണം. ഇപ്പോഴൊന്നല്ല, കുറച്ചുകൂടി കയ്യട്ടെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഓല് തരുന്ന പൈസ മാത്രം പോരല്ല, നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായാലല്ലേ ഈ ഒരു വീട് പടി എന്നുള്ളത് നടത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരി ഒരു ലോഡ് മണ്ണ് കിട്ടിക്കണം. ഇവിടുന്ന് കൊലയിൽ ഏതായാലും ഒരു ലോഡ് കിട്ടിയേക്കണ്. പിന്നെ അകത്തത്തെ മണ്ണാണ് കേട്ടത്. അപ്പം പകുതിയെ ഞാൻ തട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പകുതി തട്ടിയാൽ തന്നെ ഇത്രയാണ് മണ്ണുള്ളത്. ചെതലില്ല കേട്ടോ, മണ്ണല്ല ചെതലില്ല. അപ്പം ചെതലിൽ തിന്നാനതാ ഇഷ്ടംപോലെ ഉറുമ്പുക്കളും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മണ്ണൊക്കെ ഒന്ന് വാരിയിട്ടിട്ട് കേട്ടോ. അപ്പം തട്ടാൻ നിൽക്കുമ്പോൾ എങ്ങനെയാട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ ഇവിടെയും ഞാൻ തട്ടി കൈയെടുക്കാനായിട്ട് ഉണ്ടാവില്ല. അവിടെ കുറച്ച് ചാടി ഇവിടെ കുറച്ച് ചാടി അങ്ങനെയാണ് ചെതലില്ലത്. അപ്പോൾ ചെതലും ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ടായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് നമ്മളവിടെ. അങ്ങനെ ഇതാക്കണം. ചെതൽ കെട്ടലും കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണല്ലോ. വെള്ളം കൊടുന്ന് വെച്ചിക്കണം ഇനി പാത്രം കഴുകാനായിട്ട്. അപ്പം ആ ഒരു പണിയും കൂടി എടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതേന്ന് ചന്ദനത്തിരി കത്തിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മണമാണല്ലോ, വീടൊക്കെ നല്ലൊരു മണമാവും. അടിച്ചുവരി തേച്ചേറി കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരിയോ പിന്നെ കുന്തിരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പുകക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലേക്കാരം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ലടിച്ചിങ്ങനെ നിൽക്കണേ. അപ്പോൾ ഒരു മണ്ഡലകാലത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെ ആവും കേട്ടോ. ഇങ്ങനെ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ അത് മണത്തിരിക്കാൻ നല്ലൊരു ഫ്രഷാണ്. അപ്പോൾ ഞാനത് അതൊക്കെ കത്തിച്ച് വെച്ചത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയോ? നമ്മളെ വാതിൽക്കലാണ് കേട്ടോ. ഈ ഒരു ഹാളത്തെ വാതിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാതിൽ മാറ്റാൻ ഇതാ കുറേ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിത് നമ്മളെ ചേച്ചീൻ്റെ കല്യാണത്തിന് നമ്മൾ സുധീഷ് നാത്തൂൻ്റെ കല്യാണത്തിനൊക്കെ സിമെൻറ്റ് ഇട്ടതാണ്. ഞാൻ തന്നെയാണ് സിമെൻറ്റ് ഇട്ടത് കേട്ടോ. അത് ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണും കല്ലൊക്കെ എടുക്കാനായിക്കണം കേട്ടോ. കുറച്ചും കൂടി ഉള്ളൂ. ഏതായാലും ഒരു തിന്നല്ലേ, ഞാൻ ഫുള്ളാക്കി തിന്ന് തീർക്കട്ടെ. എന്നിട്ട് വേണം അതൊന്ന് മാറ്റി വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെതലൊക്കെ തിന്ന് പൊളിഞ്ഞാടുന്ന വീട് ഇപ്പം എന്താ മാറ്റിയിട്ട് എന്താ കാര്യം? അത് പറഞ്ഞിട്ടാണ് മൂപ്പര് നിൽക്കുന്നത് കേട്ടോ. അതാണ് ഇതൊന്നും മാറ്റാത്തത്. മൂപ്പരോട് പിന്നെ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമല്ല. ഇതിങ്ങനെ ചെതൽ ഇന്ന് പോണോടത്ത് ഓടുന്ന ഇപ്പം ഇത് മാറ്റണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ള് മണ്ണയക്കണം കേട്ടോ. ഇഷ്ടം പോലെ മണ്ണയക്കണം. അപ്പോൾ ഇപ്പം നേരെ തട്ടിയപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. ഈ ഒരു ജനാല് പിടിച്ച് പോയിക്കണ്. അപ്പോൾ ഈ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അതാക്കണ ഒരു വഴ വീണിക്കണ്. പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോൾ പുതിയത് വാങ്ങിയതാട്ടോ. പുതിയത് നല്ല 2 കൊല്ലമായിക്കും തോന്നുന്നുണ്ട്. അത് നല്ല പോലെ അങ്ങനെ ആ ഒരു ജനൽ കട്ടിൽ പൊളിഞ്ഞതേന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു സിമെൻറ്റിൻ്റെ കട്ടിലില്ല, അത് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണൻ്റെ റൂമിൽ കണ്ടില്ലേ, നമ്മളിപ്പോൾ തട്ടിപ്പ് പോയിട്ടുള്ളൂ. അപ്പോഴത്തിന് പിന്നെയും ചാടിയിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഇപ്പം എൻ്റെ കണ്ണെത്താത്തടത്തൊക്കെയാണ് പോലും ഉണ്ടാകണത്. അപ്പോൾ ഇതാക്കണത് പുതിയ നിർമ്മിക്കുമ്പോൾ മോൾക്ക് അടി തെറ്റുമ്പോൾ ആനയും വീഴും എന്ന് പറഞ്ഞായിരിക്കും അങ്ങനെ വീണ് പോണതാണ്. പിന്നെ കണ്ണൻ്റെ റൂമത്തെ ജനലാണിത് കേട്ടോ. ഇവിടെയും നല്ല ഉഷാറായിട്ട് ഒച്ച കേൾക്കുന്നുണ്ടോ. ആ ഒരു ഒച്ച കേട്ടാലുണ്ടല്ലോ അത് അവിടെ പൊള്ളയാണെന്ന് അർത്ഥം.
കഴിഞ്ഞില്ല പരിപാടി. അവസാനം ഇല്ലത്. അപ്പോൾ എവിടെയും തൊടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് പാറി ചാടി പോവുകയാണ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഇതാ ഇത്തിരി മഴ പെയ്തു. ഞാൻ തുണിയും കുപ്പായം എടുത്തതോ ഒക്കെ ഞാൻ അകത്ത് കെട്ടുന്നുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്കാണ് നോക്കുമ്പോൾ എന്തോരം നല്ല വീടാണ്, നല്ല ഉഷാറും കർമ്മയൊക്കെ ഉണ്ട്. ഇപ്പം പൊളിഞ്ഞ് ചാടും മഴ. അപ്പോൾ നമ്മളെ വീട് കാണുമ്പോൾ ഉഷാറും വീടെടുക്കി നല്ല ഇഷ്ടമാണ്. നമ്മളെ വീട് എല്ലാവർക്കും നമ്മളെ വീടുകൾ അല്ലേ, അവനാൻ്റെ വീടുകളൊക്കെ നല്ല ഇഷ്ടം തന്നെ. കാരണം അത്രയും കഷ്ടപ്പെട്ട് വീട് കയറ്റുമ്പം അതിനൊരു സന്തോഷം വേറെ തന്നെയുണ്ട് കേട്ടോ. ആ ഒരു വീടിന് നല്ല സന്തോഷമാണ്. അപ്പം നമ്മൾ കാരണം പറയുകയാണെങ്കിൽ നമ്മൾ പറ്റ ചെറുപ്പത്തിലല്ലേ, കണ്ണൻ കുട്ടിയായി 2 വയസ്സായിക്കണം കേട്ടോ നമ്മൾക്ക് വീട് പാസ്സാകുമ്പം. അപ്പം അതിൻ്റെ ഇടയിലാണ് ഉണ്ണിമോളെ വയറ്റിലാകണതൊക്കെ. അതപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മളെ ഈ ഒരു വീടിനും ഉണ്ണിമോളെ വയസ്സിനും ഒരേ കണക്കാണ് എന്നുള്ളത് കേട്ടോ. എന്നാലും ഒരു ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ഇല്ല ടൈമിലാണ് നമുക്ക് വീട് വയസ്സാകണത്. പിന്നെ വീട് പണിയായിരുന്നു. പിന്നെ നമ്മളത് ഒരു ഭാഗത്ത് ഛർദിച്ച് കിടക്കുന്നുണ്ട്, പണിക്കാർക്ക് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ വീട് കയറ്റിയത്. അപ്പോൾ അതിൽ നിൽക്കാനൊരു രസം തന്നെയാണ്, ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു ദുഃഖം പറയണത് ആ ഒരു കൊല്ലത്തിലാണ് അച്ഛൻ മരിക്കണേ. ഉണ്ണിമോളെ പ്രസവിച്ച് 16ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളച്ഛന് അറ്റാക്ക് വന്നിട്ട് മരിക്കണം. അപ്പം അതിൻ്റെ ഒരു ഇടങ്ങേറും ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ വീട് പകുതി ആയപ്പോഴാണ് കേട്ടോ പോയത്. അപ്പം അതൊരു ഇടങ്ങേറുണ്ട് കേട്ടോ. ആ ഇടങ്ങേറുണ്ട്, വീട് കിട്ടിയ സന്തോഷമുണ്ട്, ഉണ്ണിമോളുണ്ടായ സന്തോഷമുണ്ട്, അച്ഛൻ പോയ ഇടങ്ങേറുണ്ട്, ഒക്കെ പാടുണ്ട് ഈ ഒരു വീടിന് പറയാനുള്ളത്. കുറേ കഥകൾ പറയാനുണ്ട് ഇതിന്. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയാൻ നമുക്ക് ഈ ഒരു വീഡിയോ പോരാട്ടോ. അതുകൊണ്ട് ഞാൻ അവർക്ക് കൂടുതലാണ് കിടക്കണില്ല. വെറുതെ എന്തിനാണ് നിങ്ങളെ തലേക്ക് അതൊക്കെ ഞാൻ കയറ്റി വെക്കണത്. അപ്പോൾ നമ്മളെ മനസ്സിലുള്ളത് എപ്പോഴും കഷ്ടപ്പാടുകളാണെങ്കിൽ മനസ്സിൽ തന്നെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ദുഃഖങ്ങൾ ആരോടും പങ്കുവെക്കാൻ പാടില്ല എന്നാണ് പറയുക. സന്തോഷങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുക, ദുഃഖം കൊടുക്കരുത് ആർക്കും എന്നാണ് പറയൽ കേട്ടോ. പക്ഷെ ഓൾക്കതൊരു പരിഹാസമായിട്ട് ചിരിയുമായിട്ട് മാറിയാലോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ മുട്ട പൊരിച്ച് ചോറ് തിന്നാൻ വല്ലാത്തൊരു പോതിട്ടോ. അതിൽ ഞാൻ ഷോർട്ട് ഇട്ടുന്നിട്ട് അത് ഞാൻ പീടികയിൽ പോയിട്ട് മുട്ടയൊക്കെ വാങ്ങിക്കൊടുന്ന പോരൽ ചപ്പളി കളിച്ചിങ്ങനെ നിന്നപ്പോഴാണ് മൂപ്പര് ബാക്കിൽ വണ്ടിയും കൊണ്ടിങ്ങനെ നിന്ന് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ മുട്ട പൊരിച്ചൊക്കെ ചോറ് തിന്നട്ടെ. അതിൻ്റെ ഇടയിൽ മൂപ്പര് വന്നതാണല്ലോ, മൂപ്പർക്ക് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പട്ടയും കാര്യങ്ങളൊക്കെ ചാടിയിരുന്നിട്ട് അത് ഞാൻ കുറച്ചങ്ങനെ നീക്കിയിട്ടിട്ടുള്ളതെന്ന് മൂപ്പര് അതെടുത്തിട്ട് റോഡിൻ്റെ കരക്കൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനിയിപ്പോൾ കുളിച്ച് കയറട്ടെ എന്നൊക്കെയാണ് പറയണത്. ഇതിന് പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പണിക്ക് പോയി വന്നാലും ഒരു ഭാഗത്ത് അടങ്ങി കൂത്തിരിക്കണ ഒരു കാര്യപരിപാടി ഇതിനില്ല. ഇതിന് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ അവിടെ കൊത്തി ഇറങ്ങി നിൽക്കണം. ഇപ്പം അവിടെ കാണാൻ കുറേ ഒരു മട്ടക്കണയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിരുന്നുണ്ട്. എന്നിട്ടൊന്ന് കുളിച്ച് വരട്ടെ എന്ന് പറഞ്ഞത് നിൽക്കുക കേട്ടോ. പുഴയത്തെ കുളിയാണ് ഉഷാറായിന്. പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം ഇത്തിരി കൂടും കേട്ടോ മൂപ്പർക്ക്. അങ്ങനെ പുഴയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. കാറ്റാണെങ്കിൽ ഭയങ്കര കാറ്റാട്ടോ. ഇന്നലെ തുടങ്ങിയതാണ് കാറ്റ്, കറണ്ടാണെങ്കിൽ വന്നിട്ടുമില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. കാറ്റും കറണ്ടും നല്ല കമ്പനിയാണ്. നമ്മൾ ചെതിൽ കമ്പനിയാണെന്നും പറഞ്ഞാൽ കാറ്റും കറണ്ടും കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ വരവാട്ടോ. അങ്ങനെ മുട്ട പൊരിക്കാനുള്ള പരിപാടിയെ തീയില്ലേന്നിട്ട് അടുപ്പിൽ രാവിലെ എപ്പോഴോ നമ്മൾ തീ കൂട്ടിയല്ല, തീയില്ലേന്ന്. പിന്നെ ഞാൻ രണ്ടാമതൊക്കെ ഒന്ന് കത്തിച്ച്. അപ്പം വേണമെങ്കിൽ ചക്കര വേരിലും കഴിക്കുമെന്ന് പറഞ്ഞായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നട്ടുച്ചക്ക് തീ പിടിപ്പിക്കാനും അറിയാട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഓഫാക്കിയ പിന്നെ വൈകുന്നേരത്താണ് നമ്മളെ ഈ ഒരു ഈ വിറകടുപ്പൊക്കെ ഒന്ന് ഓണാക്കി കിട്ടുള്ളൂ. ഭയങ്കര മടിയാട്ടോ ഈ ഒരു വിറകടുപ്പിൽ തീ കൂട്ടുക കാരണം, ഭയങ്കര മടിയാണ്. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഗ്യാസ് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസുകാരനെ ഈ ഒരു വൈക്കങ്ങോട്ട് കാണൂല കേട്ടോ. മൂപ്പര് ഏതോ രാജ്യം വിട്ട് പോയ മരുക്കാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മളിങ്ങനെ കാത്തുനിന്ന് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിക്കറിഞ്ഞില്ല. അങ്ങനെ കാത്തുനിന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പം എൻ്റെ ഗ്യാസ് തിങ്കളാഴ്ച എപ്പോഴോ കഴിഞ്ഞതാണ്. കണ്ണൻ പോണ ആ ഒരു തലേന്ന് കഴിഞ്ഞതാണ് കേട്ടോ. ഇതുവരെ നിറച്ച് കിട്ടിയിട്ടില്ല. അയാൾ വന്നിട്ടുമില്ല കേട്ടോ. വല്ലാത്തൊരു ജാതി. അങ്ങനെ നല്ല ഉഷാറ് മഴ പെയ്യുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെതലൊക്കെ തട്ടിയത് പോലെ ആയിക്കണം. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയ ചെതലുകളൊക്കെ വരുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അതുപോലെ എന്തേലും ആട്ടെ. ഇനി ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് ഉഷാറായിട്ടൊന്ന് ചോറ് നട്ടോ. അതാണ് ഇപ്പം എൻ്റെ അകപ്പാടിലൊരു ലക്ഷ്യം. പിന്നെ നമ്മളെ ജീവിതം ചെതലട്ടി തീരുമോ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. അതിന് വെളിച്ചമില്ലാത്ത വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ 12,000 ലൈക്കൊന്നും നിങ്ങൾ തരുമൊന്നും വേണ്ട, ഒരു 500 ലൈക്ക് മുട്ടിക്കാൻ എന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. ഒന്ന് സപ്പോർട്ടും ചെയ്തോളൂ. ബൈ ബൈ.